ഹലോ ഫ്രണ്ട്സ്, HSST സുവോളജി 2022 എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇമ്മ്യൂണോജൻസ്. An immunogen is an antigen that is capable of inducing humoral or cell-mediated immune response rather than immunological tolerance. ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജൻ ആണ്. ഇമ്മ്യൂണോജൻ ഈസ് ആൻ ആൻറ്റിജൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിജന് എന്തിനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്? കേപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ഹ്യൂമറൽ ഓർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഹ്യൂമറൽ അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആൻറ്റിജൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണോജൻസ് എന്ന് പറയുന്നത്. ആൻ ഇമ്മ്യൂണോജൻ ഈസ് ആൻ ആൻറ്റിജൻ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ഹ്യൂമറൽ ഓർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് rather than immunological tolerance. Okay. Sometimes the term immunogen is used interchangeably with the term antigen, but only an immunogen can evoke an immune response. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൻറ്റിജനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണോജൻ എന്ന് പറയുന്നത്. ജനറലി ബോത്ത് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ആൻറ്റിബോഡീസ് ദാറ്റ് ഈസ് ആൻറ്റിജൻ ഓർ സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോ റെസ്പോൺസസ് ദാറ്റ് ഈസ് ഇമ്മ്യൂണോജൻ. ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സബ്സ്റ്റൻസുകളെ ആൻറ്റിജൻ എന്നും ഇമ്മ്യൂണോ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവയെ ഇമ്മ്യൂണോജൻ എന്നും പറയുന്നു. We can define an immunogen as a complete antigen which is composed of the macromolecular carriers and epitopes, that is determinants, that can induce immune response. അപ്പം ഇമ്മ്യൂണോജൻ എന്ന് പറയുന്നത് എന്തെന്നാണ് പറയുന്നത്? കംപ്ലീറ്റ് ആൻറ്റിജൻ ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ആൻറ്റിജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മാക്രോമോളിക്കുലാർ ക്യാരിയർ ആൻഡ് എപ്പിറ്റോപ്സ്. എപ്പിറ്റോപ്സ് മീൻസ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഈ ആൻറ്റിജന് എന്തുണ്ട്? മാക്രോമോളിക്കുലാർ ക്യാരിയറും ഉണ്ട്, അതുപോലെ തന്നെ എപ്പിറ്റോപ്സും ഉണ്ട്. എപ്പിറ്റോപ്സ് മീൻസ് ഡിറ്റർമിനൻസും ഉണ്ട്. ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിജന് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്തരം ആൻറ്റിജനെയാണ് കംപ്ലീറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആൻറ്റിജനാണ് എന്ത്? ഇമ്മ്യൂണോജൻ. ഓക്കെ, ഇമ്മ്യൂണോജൻ. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? അപ്പോൾ കംപ്ലീറ്റ് ആൻറ്റിജൻ അല്ലാത്ത ആൻറ്റിജൻസും ഉണ്ട് അല്ലേ? ഫ്രീ ആയിട്ടുള്ള ആൻറ്റിജൻസും ഉണ്ട്, സിമ്പിൾ ആൻറ്റിജൻസും ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആൻറ്റിജൻസിന് എന്താണ്? ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആൻറ്റിജൻസും ഉണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൻറ്റിജൻസും ഉണ്ട്. ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൻറ്റിജൻസിനെ മാത്രമാണ് ഇമ്മ്യൂണോജൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൻറ്റിജൻസ് കംപ്ലീറ്റ് ആൻറ്റിജൻ ആയിരിക്കും. They are composed of macromolecular carrier and epitopes. Epitopes means determinants that can induce immune response. ഒരു എക്സാമ്പിൾ ഉണ്ട്, ഹാപ്റ്റൻ. അപ്പം ഇതിനുള്ള എക്സാമ്പിൾ ഏതാണ്? ഹാപ്റ്റൻ ആണ്. ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്റ്റൻസ് ആർ ലോ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ആൻറ്റിജനാണ് ഹാപ്റ്റൻ എന്ന് പറയുന്നത്. ലോ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ട് ആണ്. ദാറ്റ് മേ ബി ബൗണ്ട് ബൈ ആൻറ്റിബോഡീസ്. അപ്പോൾ ആൻറ്റിബോഡീസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ അതിന് സാധിക്കും. ബട്ട് കനോട്ട് എലിസിറ്റ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം ഹാപ്റ്റൻസിന് എന്തിനുള്ള കഴിവുണ്ട്? ആൻറ്റിബോഡീസുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻറ്റിബോഡീസുമായിട്ട് ബൗണ്ട് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ലോ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ടാണ് എന്ത്? ഹാപ്റ്റൻ എന്ന് പറയുന്നത്. കോൺസിക്വൻ്റ്ലി ദ ഹാപ്റ്റൻസ് themselves are non-immunogenic and they cannot evoke an immune response until they bind with a larger carrier immunogenic molecule. ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഹാപ്റ്റൻ എന്ന് പറയുന്നത് ആ ഒരു മോളിക്യൂളായിട്ട് തനിയെ നിൽക്കുകയാണ് എങ്കിൽ അവയ്ക്ക് ഇമ്മ്യൂണോജനിക് പ്രോപ്പർട്ടി ഇല്ല.
ആ ഒരു മോളിക്യൂളിന് ഇമ്മ്യൂണോജനിക് പ്രോപ്പർട്ടി ഇല്ല, അത് ഇമ്മ്യൂണോജൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ദേ കനോട്ട് ഇവോക്ക് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതിന് എപ്പോഴാണ് ഇനി ഇമ്മ്യൂൺ റെസ്പോൺസ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? അതൊരു ക്യാരിയർ മോളിക്യൂളുമായിട്ട് ഹാപ്റ്റൻസ് എന്ന് പറയുന്ന ലോ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട് ഒരു ക്യാരിയർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ഇമ്മ്യൂണോജനിക് മോളിക്യൂളായിട്ട് മാറാൻ സാധിക്കുന്നത്. അതൊരു ലാർജർ ക്യാരിയർ ഇമ്മ്യൂണോജനിക് മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പം ദ ഹാപ്റ്റൻസ് ദംസെൽവ്സ് ആർ നോൺ ഇമ്മ്യൂണോജനിക് ആൻഡ് ദേ കനോട്ട് ഇവോക്ക് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് അണ്ടിൽ ദേ ബൈൻഡ് വിത്ത് എ ലാർജർ carrier immunogenic molecule. The hapten carrier complex, unlike free hapten, can act as an immunogen and can induce an immune response. അപ്പം സിമ്പിളായിട്ട് നിൽക്കുന്ന ഹാപ്റ്റൻ മോളിക്യൂളിനെ പോലെയല്ല, അവയ്ക്ക് ക്യാരിയർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഹാപ്റ്റനും ക്യാരിയർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഹാപ്റ്റൻ ക്യാരിയർ കോഞ്ചുഗേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിന്, ആ ലാർജർ മോളിക്യൂളിനെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. സോ ആൻ ഇമ്മ്യൂണോജൻ ഈസ് എ substance that induce immune response. All immunogens are antigens and the term antigen arises from its ability to induce generation of antibodies. All antigens are recognized by specific lymphocytes or by antibodies. എല്ലാ ആൻറ്റിജൻസും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സിനാലും ആൻറ്റിബോഡീസിനാലും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. ബട്ട് നോട്ട് എവറി ആൻറ്റിജൻ ക്യാൻ ഇവോക്ക് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ എല്ലാ ആൻറ്റിജനും ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, എല്ലാ ആൻറ്റിജനും ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദോസ് ആൻറ്റിജൻസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ആർ സെഡ് ടു ബി ഇമ്മ്യൂണോജനിക്. ഇപ്പം ഏത് ആൻറ്റിജൻസിനാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അത്തരം ആൻറ്റിജൻസിനെ മാത്രമാണ് ഇമ്മ്യൂണോജൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എപ്പിടോപ്പ് എന്താണെന്ന് നോക്കാം. എപ്പിടോപ്പ് An epitope also known as antigenic determinant. എപ്പിടോപ്പിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. ഈസ് ദ പാർട്ട് ഓഫ് ആൻ ആൻറ്റിജൻ ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം, സ്പെസിഫിക്കലി ബൈ ആൻറ്റിബോഡീസ്, ബി സെൽസ് ഓർ ടി സെൽസ്. ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ആൻറ്റിബോഡിയുടെയും രണ്ട് ആൻറ്റിജൻ്റെയും പിക്ചറാണ് തന്നിരിക്കുന്നത്. അതിലെ ആൻറ്റിബോഡിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ആൻറ്റിജൻ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിജൻ്റെ എപ്പിടോപ്പ് ആൻറ്റിബോഡിയുടെ പാരാടോപ്പ് റീജിയനുമായിട്ടാണ് ബൈൻഡിങ് നടന്നിരിക്കുന്നത്. ആൻറ്റിജൻ്റെ എപ്പിടോപ്പും ആൻറ്റിബോഡിയുടെ പാരാടോപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബൈൻഡിങ് നടക്കുന്നത് ആൻറ്റിജൻ്റെ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് ഭാഗം, അതേതാണ്? എപ്പിടോപ്പും അതുപോലെ തന്നെ ആൻറ്റിബോഡിയുടെ ബൈൻഡിങ് സൈറ്റായിട്ടുള്ള പാരാടോപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആൻറ്റിബോഡിക്ക് മാത്രമല്ല ബി സെല്ലിനും ടി സെല്ലിനും നമ്മുടെ ആൻറ്റിജൻ്റെ എപ്പിടോപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. The epitope is the specific piece of antigen to which an antibody binds. അപ്പം ആൻറ്റിജൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയാണ്, പാർട്ടാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ആ ഏരിയയിലേക്കാണ് ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുന്നത്. ദ പാർട്ട് ഓഫ് ആൻ ആൻറ്റിബോഡി ദറ്റ് ബൈൻഡ്സ് ടു ദ എപ്പിടോപ്പ് ഈസ് കോൾഡ്, എന്താണ്? ആൻറ്റിബോഡിയുടെ ഏത് ഭാഗമാണ് എപ്പിടോപ്പുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? ആ റീജിയന് പറയുന്ന പേരെന്താണ്? പാരാടോപ്പ്. ദ പാർട്ട് ഓഫ് ആൻ ആൻറ്റിബോഡി ദറ്റ് ബൈൻഡ്സ് ടു ദ എപ്പിടോപ്പ് ഈസ് കോൾഡ് പാരാടോപ്പ്. The epitopes of protein antigens are divided into two categories. ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ കൺഫോർമേഷണൽ എപ്പിടോപ്സ്, സെക്കൻഡ് വൺ ലീനിയർ എപ്പിടോപ്സ്. ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് കൺഫോർമേഷണൽ എപ്പിടോപ്പ്, രണ്ടാമത്തത് ലീനിയർ എപ്പിടോപ്പ്. Based on
their structure and interaction with the paratope. പാരാടോപ്പുമായിട്ടുള്ള അതിൻ്റെ ഇൻട്രാക്ഷൻ്റെ ബേസിസിലും അതുപോലെ തന്നെ അവയുടെ സ്ട്രക്ചറിൻ്റെ ബേസിസിലുമാണ് കൺഫർമേഷണൽ എപ്പിടോപ്സ് എന്നും ലീനിയർ എപ്പിടോപ്സ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കൺഫർമേഷണൽ എപ്പിടോപ്സിനെ നോക്കാം. കൺഫർമേഷണൽ എപ്പിടോപ്സ് പിക്ചറിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? കൺഫർമേഷണൽ എപ്പിടോപ്സിന് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് അമിനോ ആസിഡിൻ്റെ റെസിഡ്യൂസ് കാണുന്നത്. അമിനോ ആസിഡ് റെസിഡ്യൂസ് എങ്ങനെയാണ് കാണുന്നത്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് അമിനോ ആസിഡ് റെസിഡ്യൂസ് കാണുന്നത്. ഈ അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് നമ്മുടെ പാരാടോപ്പിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. Conformational epitope is a sequence of subunits, that means amino acids, composing an antigen that come in direct contact with a receptor of the immune system. Example, recognition of conformational epitopes by B cell. അടുത്ത പിക്ചറിൽ തന്നിരിക്കുന്നത് ലീനിയർ അല്ലെങ്കിൽ സീക്വൻഷ്യൽ എപ്പിടോപ്പാണ്. ലീനിയർ അല്ലെങ്കിൽ സീക്വൻഷ്യൽ എപ്പിടോപ്പ് അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂസ് റെസിഡ്യൂസ് കൊണ്ടുള്ള എപ്പിടോപ്പ് എന്ന് നമുക്ക് പറയാം. A linear or sequential epitope is an epitope that is recognized by antibodies by its linear sequence of a amino acids or primary structure. In contrast, most antibodies recognize a conformational epitope that has a specific three-dimensional shape and its protein structure. കൂടുതൽ ആൻറ്റിബോഡീസും കൺഫർമേഷണൽ എപ്പിടോപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഓക്കെ. The molecular structure of an antigen is characterized by its ability to bind to the antigen binding site of an antibody. അതായത് ആൻറ്റിജൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആൻറ്റിബോഡിയുടെ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെ ബേസ് ചെയ്തിട്ടാണ്. ദ മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിജൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ബൈൻഡ് ടു ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻ ആൻറ്റിബോഡി. അപ്പോൾ ആൻറ്റിജൻ്റെ ബൈൻഡിങ് സൈറ്റ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എപ്പിടോപ്പ്. ആൻറ്റിബോഡിയുടെ ബൈൻഡിങ് സൈറ്റിന് പറയുന്ന പേരെന്താണ്? പാരാടോപ്പ്. അപ്പം ആൻറ്റിജൻ്റെ എപ്പിടോപ്പും ആൻറ്റിബോഡിയുടെ പാരാടോപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ആൻറ്റിജൻസ് ഓൺ ദ ബേസിസ് ഓഫ് the specific molecular structures present on the surface of the antigen. Antibodies differentiate between different antigens on the basis of the specific molecular structures present on the surface of the antigen. അതായത് ഓരോ ആൻറ്റിബോഡീസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിജൻ്റെ സർഫസിൽ കാണുന്ന മോളിക്കുലാർ സ്ട്രക്ചേഴ്സിൻ്റെ സ്പെസിഫിസിറ്റി അനുസരിച്ചാണ് റിയാക്ട് ചെയ്യുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻസിൻ്റെ സർഫസിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനായിരിക്കും അത് ബൈൻഡ് ചെയ്യുക. ഓക്കെ. മോസ്റ്റ് ആൻറ്റിജൻസ് ആർ പ്രോട്ടീൻസ് ഓർ പോളിസാക്കറൈഡ്സ്. These can include coats, capsules, flagella, toxins and fimbriae of bacteria, viruses or other microorganisms. Besides, secretions and other chemicals of the same nature can also act as antigens. അപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോട്ടീൻസും പോളിസാക്കറൈഡ്സും ഒക്കെ ആയിരിക്കും. എന്നാൽ ചില കോട്സ്, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾസ്, ഫ്ലജല്ല, ടോക്സിൻസ് ആൻഡ് ഫിംബ്രിയ ഓഫ് ബാക്ടീരിയ, വൈറസസ്, മറ്റ് ചില മൈക്രോ ഓർഗാനിസംസ്, ചില സെക്രീഷൻസ്, ചില കെമിക്കൽസ്, ഇതിനൊക്കെ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ഓഫ് ദീസ് മൈക്രോ ഓർഗാനിസംസ് ആർ only antigenic when these are combined with proteins or polysaccharides. മൈക്രോ ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് പോലെയുള്ള കോമ്പൗണ്ട്സിന് ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നു. അങ്ങനെ ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെൻ ദേ ആർ കമ്പൈൻഡ് വിത്ത് പ്രോട്ടീൻസ് ഓർ പോളിസാക്കറൈഡ്സ്.
മൈക്രോ ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും മറ്റ് പ്രോട്ടീൻസും പോളിസാക്രൈഡ്സും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസും പോളിസാക്രൈഡും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിന് ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ആൻറ്റിജൻ്റെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ആൻറ്റിജൻ്റെ സ്ട്രക്ചറാണ്. ആദ്യം സെല്ലിൻ്റെ സെൽ മെമ്പറൈനിൽ എന്തെല്ലാം ഉണ്ട്? പ്രോട്ടീൻ, ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ, ട്രേസസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ, ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ, ട്രേസസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ഇവിടെ ഏതെല്ലാമാണ്? ഗ്ലൈക്കോലിപ്പിഡ്സും ഗ്ലൈക്കോപ്രോട്ടീനും. ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഇനി സെൽ മെമ്പറൈനിൽ കാണപ്പെടുന്ന ഈ കോമ്പൗണ്ട്സ് ഒക്കെ ആൻറ്റിജനിക് ആണോ? നോട്ട് ദ വോൾ സർഫസ് ഈസ് ആൻറ്റിജനിക്. അപ്പം ഈ സെല്ലിൻ്റെ സെൽ മെമ്പറൈൻ മുഴുവനായിട്ടും ആൻറ്റിജനിക് പ്രോപ്പർട്ടി കാണിക്കുന്നവയല്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എപ്പിടോപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എപ്പിടോപ്പ് ഇമ്മ്യൂണോജനിക് ആണ് അല്ലേ? എപ്പിടോപ്പ് ഇമ്മ്യൂണോജനിക് ആണ്. ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഈ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റിനെ കാണുമ്പോഴേക്കും ഇമ്മ്യൂൺ സിസ്റ്റം എന്തെന്ന് മനസ്സിലാകും? ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു, അതിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആൻറ്റിബോഡീസിനെ റിലീസ് ചെയ്യുന്നു. അപ്പം ഈ കാണപ്പെടുന്ന എപ്പിടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന മോളിക്കുലാർ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീനെ, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീനെയാണ് അവിടെ റിലീസ് ചെയ്യുന്നതും ആ സ്പെസിഫിക് ആൻറ്റിബോഡിയാണ് ഈ എപ്പിടോപ്പിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. മറ്റ് ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൻറ്റിബോഡീസ് ഒന്നും തന്നെ ഈ എപ്പിടോപ്പിലേക്ക് ബൈൻഡ് ചെയ്യില്ല. ഇതിൻ്റെ സ്ട്രക്ചറൽ മോളിക്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി മാത്രമേ അങ്ങോട്ടേക്ക് ബൈൻഡ് ചെയ്യുള്ളൂ. അതാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് താഴേക്ക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട്, ബാക്ടീരിയയുടെ ക്യാപ്സ്യൂൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ സർഫേസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്യാപ്സ്യൂളും സർഫസ് സ്ട്രക്ചറും ഒക്കെ ഇമ്മ്യൂണോജനിക്കാണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിജൻ ഈസ് characterized by its ability to bind to the antigen binding site of an antibody. Antibodies differentiate between different antigens on the basis of the specific molecular structure that is present on the surface of the antigen. Most antigens are proteins or polysaccharides. This can include coats, capsules, flagella, toxins and fimbriae of bacteria, viruses or other microorganisms. Besides, secretions and other chemicals of the same nature can also act as antigens. Lipids and nucleic acids of these microorganisms are only antigenic when these are combined with proteins or polysaccharides. അപ്പോൾ ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡും പോലെയുള്ള ചില കോമ്പൗണ്ട്സുകൾ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചില കോമ്പൗണ്ട്സുകൾ ആൻറ്റിജനിക് ആകുന്ന ആ ഒരു കേസ് എങ്ങനെയാണ്? ഈ ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡും ഒക്കെ പ്രോട്ടീൻസും പോളിസാക്കറൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ അവർ ആൻറ്റിജനിക് പ്രോപ്പർട്ടി കാണിക്കുന്നുള്ളൂ. The structure of antigens might be different depending on the nature of the antigen, their size and immunogenicity. ഇമ്മ്യൂണോജനിസിറ്റി, അവയുടെ സൈസ്, ആൻറ്റിജൻ്റെ നേച്ചർ, ഇതെല്ലാം അനുസരിച്ച് ആൻറ്റിജൻ്റെ സ്ട്രക്ചർ വ്യത്യസ്തങ്ങളായിരിക്കും. ഓൾ ഇമ്മ്യൂണോജനിക് ആൻറ്റിജൻസ് ഹാവ് എ സ്പെസിഫിക് സ്ട്രക്ചറൽ കമ്പോണൻറ്റ് കോൾഡ് എപ്പിടോപ്പ് ഓർ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ്സ്. എല്ലാ ഇമ്മ്യൂണോജനിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനും ഉള്ള ഒരു സ്പെസിഫിക് കമ്പോണൻ്റ് ആണ് എപ്പിടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. The number of epitopes differ in different antigens. അപ്പോൾ ഓരോ ആൻറ്റിജനിലും വ്യത്യസ്തങ്ങളായിരിക്കും എപ്പിടോപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ആൻഡ് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് ആൻറ്റിബോഡീസ് എ സിംഗിൾ ആൻറ്റിജൻ ക്യാൻ ബൗണ്ട് ടു. അപ്പം ഇപ്പോൾ ഒരു ആൻറ്റിജനിൽ 2 എപ്പിടോപ്പ് ആണെങ്കിൽ ആ ആൻറ്റിജനിലേക്ക് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിബോഡിയുടെ എണ്ണം എത്രയായിരിക്കും? 2 എണ്ണം മാത്രമായിരിക്കും. അപ്പം
മറ്റൊരു ആൻറ്റിജനിൽ ഒരു 5 എപ്പിടോപ്പ് ഉണ്ടെങ്കിൽ ആ ആൻറ്റിജനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിബോഡീസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 5 എണ്ണമായിരിക്കും. അപ്പം ഈ എപ്പിടോപ്പിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും അതിലേക്ക് ആൻറ്റിബോഡീസ് എത്ര എണ്ണം വന്ന് ബൈൻഡ് ചെയ്യും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻ ആൻറ്റിജൻസ് ആർ ഡിഫറൻറ്റ് ആൻഡ് ഡിറ്റർമൈൻസ് ദ ക്ലാസസ് ഓഫ് ആൻറ്റിബോഡീസ് ദേ ബൗണ്ട് ടു. അതുകൂടാതെ തന്നെ ആൻറ്റിജൻ്റെ സർഫസിലുള്ള എപ്പിടോപ്സിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ, അപ്പം എല്ലാ ആൻറ്റിജൻസിലും അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻറ്റിനെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ എപ്പിടോപ്പ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു എപ്പിടോപ്പിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് മാത്രമേ വന്ന് ബൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സ്ട്രക്ചറൽ കമ്പോണൻറ്റിലേക്ക് ഒരു ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്താൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിബോഡി മറ്റൊന്നായിരിക്കും. The region on antibodies that interacts with antigens is called a paratope. It has been established that the structure of epitope and paratope can be defined with a lock and key metaphor as the structures are specific and fit with one another. ഇനി നമുക്ക് ആൻറ്റിജൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. Properties of antigen or factors influencing immunogenicity. Immunogenicity of an antigen is determined by several factors. First one, foreignness. Second, chemical composition. Third, molecular size. Fourth, chemical complexity. Fifth, dose of immunogen. Sixth one, genetic constitution. Seventh one, route of entry of immunogen into the host. ഇത് കൂടാതെ തന്നെ മറ്റ് ചില ഫാക്ടേഴ്സ് കൂടെ ആൻറ്റിജൻ്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഒരു ഇമ്മ്യൂണോജൻ കടന്നു വന്നാൽ ആ ഇമ്മ്യൂണോജൻ ഉണ്ടായിരിക്കുന്നത് ഷോർട്ട് പെപ്റ്റൈഡ് കൊണ്ടാണ് എങ്കിൽ ആ ആനിമലിൻ്റെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നു. ആനിമലിൻ്റെ ബോഡിയിൽ ഓൾറെഡി എന്തുണ്ട്? ഷോർട്ട് പെപ്റ്റൈഡ് സ്ട്രക്ചേഴ്സ് പലതും ആനിമലിൻ്റെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടന്നു വന്ന ഫോറിൻ ആയിട്ടുള്ള ഈ പെപ്റ്റൈഡ് സ്ട്രക്ചറോട് കൂടിയ ഇമ്മ്യൂണോജൻ ആനിമലിൻ്റെ ബോഡിയിൽ സ്വന്തമായിട്ട് ഉള്ള ഒരു പെപ്റ്റൈഡിൻ്റെ സ്ട്രക്ചറാണ് എന്ന് ആനിമലിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇമ്മ്യൂണോജെനിസിറ്റി അവിടെ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? സെൽഫ് ആൻറ്റിജൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമ്മ്യൂണോജെനിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സെൽഫ് ആൻറ്റിജൻ ആണെന്ന് കരുതി ഇമ്മ്യൂണോജെനിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ അവിടെ ഇൻട്രാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, റെസ്പോൺസും നടക്കുന്നില്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐസൊലേറ്റ് ആൽബുമിൻ ഫ്രം ദ സെറം ഓഫ് റാബിറ്റ് ആൻഡ് ഇൻജെക്ട് ദ ആൽബുമിൻ ബാക്ക് ടു ദ സെയിം റാബിറ്റ്. ദർ ഈസ് നോ ഇമ്മ്യൂൺ റെസ്പോൺസ് എഗനിസ്റ്റ് ദ ഇൻഫെക്റ്റഡ് ആൽബുമിൻ ബിക്കോസ് ദ ഇൻജെക്റ്റഡ് ആൽബുമിൻ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഫോറിൻ non-self by the rabbit. Whereas albumin from a rabbit is injected into a guinea pig, what happened? If the albumin from the rabbit is injected into a guinea pig, the guinea pig immune system recognized that the injected albumin as foreign, non-self, and mount immune response against the injected albumin. Therefore, for the induction of immune response, the immunogen should have peptides different from the peptides of the animal, which is referred to as foreignness of the immunogen. ഇവിടെ എന്താണ്? ആനിമലിൻ്റെ, അതായത് റാബിറ്റിൻ്റെ ബോഡിയിൽ നിന്നും നമ്മൾ ആൽബുമിനെ സിറത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുകയും എന്നിട്ട് തിരിച്ച് ആ ആൽബുമിനെ
ആ റാബിറ്റിലേക്ക് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഐസൊലേറ്റ് ചെയ്തെടുത്ത ആൽബുമിൻ നമ്മുടെ റാബിറ്റിൻ്റെ ബോഡിയിലെ ആൽബുമിൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ റാബിറ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് റെക്കഗ്നൈസ് ചെയ്തു? ഇത് സെൽഫ് ആൻറ്റിജൻ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തു. എന്നാൽ ഈ ഐസൊലേറ്റ് ചെയ്ത ആൽബുമിനെ ഗുനിയ പിഗിലേക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഗുനിയ പിഗിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ആൽബുമിനെ ഫോറിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുകയും ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഐസൊലേറ്റ് ചെയ്ത ആൽബുമിൻ ആരുടെ ആയിരുന്നു? റാബിറ്റിൻ്റെ ആയിരുന്നു. റാബിറ്റിൻ്റെ ബോഡിയിലെയാണ് ഐസൊലേറ്റഡ് ആൽബുമിൻ. അത് ഗുനിയ പിഗിലെത്തിക്കഴിയുമ്പോൾ ഗുനിയ പിഗിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഫോറിനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് ഗുനിയ പിഗിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഗുനിയ പിഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐസൊലേറ്റഡ് ആൽബുമിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോജനാണ്, ആക്ട് ആസ് ആൻ ഇമ്മ്യൂണോജൻ. ഓക്കെ. സെക്കൻഡ് വൺ, മോളിക്കുലാർ സൈസ് ഓർ മോളിക്കുലാർ വെയ്റ്റ്. The higher the molecular weight, the better the molecule will act as an antigen. The number of epitopes is directly proportional to the size of the antigen. എപ്പിടോപ്പിൻ്റെ നമ്പർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? ആൻറ്റിജൻ്റെ സൈസിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആൻറ്റിജൻ്റെ സൈസ് കൂടുകയാണ് എങ്കിൽ എപ്പിടോപ്പിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കും? എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം മോളിക്യൂളിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ആൻറ്റിജനിക് പ്രോപ്പർട്ടിയും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഹാപ്റ്റൻസ് are tiny molecules, so they need to combine with the carrier larger molecule to be antigenic. The larger molecules of antigens are more immunogenic because എന്തായിരിക്കും കാര്യം? These are easily phagocytosed. കൂടുതൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് അതിൻ്റെ സർഫേസിൽ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്യും. പെട്ടെന്ന് തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. Antibody formation is increased if the antigens are processed by antigen presenting cells, APC. അപ്പം മോളിക്യൂൾസിൻ്റെ വലിപ്പം കൂടുതലാണ് എങ്കിൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലിനാൽ പ്രോസസ്സ് ചെയ്യാനായിട്ടും സാധിക്കും. ആൻറ്റിബോഡിയുടെ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുകയും ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ല് കൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. The antigen which is difficult for phagocytosis is not immunogenic. സിമ്പിൾ ആയിട്ടുള്ള ആൻറ്റിജൻസിനെ ആണെങ്കിൽ പെട്ടെന്ന് ഫാഗോസിറ്റോസിന് വിധേയമാക്കാൻ സാധിക്കുകയില്ല, ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോജനിക് ആണെന്നത് പറയാൻ സാധിക്കില്ല. ഇഫ് ദ മോളിക്കുലാർ വെയ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10,000 ദീസ് ആർ മോർ ഇമ്മ്യൂണോജനിക്. മോളിക്കുലാർ വെയ്റ്റ് 10,000-ലും കൂടുതലാണെങ്കിൽ അത് കൂടുതൽ ഇമ്മ്യൂണോജനിക് ആയിരിക്കും. And then the molecular weight of less than 10,000. അടുത്തത് മോളിക്കുലാർ സ്ട്രക്ചർ. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ കെമിക്കൽ നേച്ചറും കോമ്പോസിഷനൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. The structural stability of the antigens is essential and always needed. If the structure is unstable, then it will be a very poor antigen. നമ്മൾ പറഞ്ഞു മോളിക്കുലാർ വെയ്റ്റ് കൂടുതലുള്ളത് ആൻറ്റിജനിക് പ്രോപ്പർട്ടി കൂടുതൽ കാണിക്കുന്നു, മോളിക്കുലാർ വെയ്റ്റ് കുറവുള്ളത് ആൻറ്റിജനിക് പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. അപ്പോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ അതിൻ്റെ ആൻറ്റിജനിക് പ്രോപ്പർട്ടി വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ തീരെ കാണിക്കുന്നില്ല. This depends upon the chemical structure complexity. The more complex chemical structure is more potent immunogen than simple chemical structure substances, weak immunogen. അപ്പം കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചറോട് കൂടിയ ആൻറ്റിജൻ അത് വളരെയധികം പൊട്ടൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോജൻ ആയിരിക്കും. എങ്ങനെയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ സ്ട്രക്ചറുള്ള ആൻറ്റിജനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് അമിനോ ആസിഡ് ലൈക്ക് എ, ബി, സി, ഡി, ജി ആർ സ്ട്രോങ് ഇമ്മ്യൂണോജൻ കമ്പയർഡ് ടു എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് എ വീക്ക് ഇമ്മ്യൂണോജൻ. കാരണം എന്താണ്? ആദ്യത്തെ കേസിൽ അമിനോ ആസിഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിൽ പോലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോജൻ ആയിരിക്കും.
ഡിഫറെൻ്റ് അമിനോ ആസിഡ് റെസിഡ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിലും സാധാരണഗതിയിൽ ഡിഫറെൻ്റ് അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റെസിഡ്യൂസ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോജൻ ആയിരിക്കും. അതേസമയം ഒരേപോലെയുള്ള അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ, ഹോമോ പോളിമർ ആയിട്ടുള്ള അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവർ വളരെ വീക്കായിട്ടുള്ള, കോംപ്ലക്സിറ്റി കുറഞ്ഞ വീക്കായിട്ടുള്ള ഇമ്മ്യൂണോജൻ ആയിരിക്കും. ഇനി കെമിക്കൽ കോംപ്ലക്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇമ്മ്യൂണോജെനിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് കെമിക്കൽ കോംപ്ലക്സിറ്റി. Molecules with complex nature are more immunogenic when compared to simple molecules. Molecules with more than 2 or 3 different amino acid residues are more immunogenic when compared to molecule made of homopolymers of a single amino acids. ഇത് കൂടാതെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇറ്റ് ഈസ് presumed that presence of an aromatic radical is essential for rigidity and antigenicity of a substance. Okay. So, aromatic amino acids are more immunogenic than non-aromatic amino acids. Polypeptides with amino acid tyrosine are better immunogens than polypeptides without tyrosine. അടുത്തത് ഫിസിക്കൽ ഫോം. ഇൻ ജനറൽ particulate antigens are more immunogenic than soluble ones. അപ്പം സൊല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജനിക് പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ particulate ആയിട്ടുള്ള ആൻറ്റിജൻസ് എങ്ങനെയുള്ളവയായിരിക്കും? മോർ ഇമ്മ്യൂണോജനിക് ആയിരിക്കും. ഡീനേച്ചേർഡ് ആൻറ്റിജൻസ് ആർ മോർ ഇമ്മ്യൂണോജനിക് ദാൻ ദ നേറ്റീവ് ഫോം. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ആൻറ്റിജൻ സ്പെസിഫിസിറ്റി ആണ്. ആൻറ്റിജൻ സ്പെസിഫിസിറ്റി. Antigen specificity depends on the specific active sites on the antigenic molecules, that means antigenic determinants. അപ്പോൾ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓർമ്മയിൽ വരേണ്ടത് ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ എപ്പിടോപ്പിൻ്റെ കാര്യമായിരിക്കണം. ആൻറ്റിജൻ സ്പെസിഫിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫിക് ആക്റ്റീവ് സൈറ്റ്. സ്പെസിഫിക് ആക്റ്റീവ് സൈറ്റ് ഏതാണ്? എപ്പിടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഓൺ ദ surface of the antigenic molecule. Okay, antigenic determinants or epitopes are the region of antigen which specifically binds with the antibody molecule. അപ്പം ആൻറ്റിജൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ എപ്പിടോപ്പ് ആണ് അതിൻ്റെ സ്പെസിഫിസിറ്റി കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിടോപ്പിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻസിൻ്റെ സ്പെസിഫിസിറ്റി അനുസരിച്ചാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുകയും ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കുകയും ചെയ്യുന്നത്. അടുത്തത് സ്പീഷീസ് സ്പെസിഫിസിറ്റി. Tissues of all individuals in a particular species possess species specificity antigen. ഒരു സ്പീഷ്യസിലുള്ള, ഒരു പർട്ടിക്കുലർ സ്പീഷ്യസിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ടിഷ്യൂസിൽ സ്പീഷ്യസ് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ ബ്ലഡ് പ്രോട്ടീൻസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം animal protein by specific antigen antibody reaction. സ്പെസിഫിക് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ബേസിസിൽ ഹ്യൂമൻ ബ്ലഡ് പ്രോട്ടീൻസിനെയും ആനിമൽ പ്രോട്ടീൻസിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഓർഗൻ സ്പെസിഫിസിറ്റി. ഓർഗൻ സ്പെസിഫിസിറ്റി. ദ ഓട്ടോലോഗസ് ഓർ സെൽഫ് ആൻറ്റിജൻസ് ആർ ഓർഡിനറിലി നോട്ട് ഇമ്മ്യൂണോജനിക്. But under certain circumstances, lens protein, thyroglobulin and others may act as autoantigens. അപ്പം നമ്മുടെ ബോഡിയിലെ ലെൻസ് പ്രോട്ടീൻ, തൈറോഗ്ലോബുലിൻ പോലെയുള്ള കോമ്പൗണ്ട്സുകൾ ഓട്ടോ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ ഓട്ടോലോഗസ് ആയിട്ടുള്ള സെൽഫ് ആൻറ്റിജൻസ് ഓർഡിനറിലി അവയ്ക്ക് ഇമ്മ്യൂണോജനിക് പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കില്ല. അടുത്തത് ജനറ്റിക് ഫാക്ടർ. ജനറ്റിക് ഫാക്ടർ. Some substances are immunogenic in one species but not in another. Similarly, some substances are immunogenic in one individual but not in others. The species or individuals may lack or have altered genes that code for the receptors for antigen on B cells and T cells. They may not have the appropriate genes needed for the
APC to present antigen to the helper T cells. അതായത് ഒരു സ്പീഷ്യസിൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്ന ചില സബ്സ്റ്റൻസുകൾ മറ്റൊരു സ്പീഷ്യസിൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നില്ല. അടുത്ത കേസ്, ഒരു ഇൻഡിവിജ്വൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്ന ചില സബ്സ്റ്റൻസുകൾ അടുത്ത ഇൻഡിവിജ്വലുകളിൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നില്ല. ഇത് എന്തിൻ്റെ ബേസിസിലാണ്? ചില സ്പീഷ്യസുകളിലും ചില ഇൻഡിവിജ്വൽസിലും ഓൾട്ടറേഡ് ജീൻസിൻ്റെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. They may not have the appropriate gene needed for the APC to present antigen to the helper T cells. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. The immune response of an animal to a particular substance also depends on the genetic constitution of the animal. A particular substance may induce immune response in rabbits, whereas the same substance may not induce immune response in guinea pigs. Even within the same species, one strain may respond to a particular substance, whereas the other strain may not respond to that substance. Okay, got it? അടുത്തത് degradability. Antigens that are easily undergo phagocytosis and are generally more immunogenic. പെട്ടെന്ന് ഫാഗോസിറ്റോസിസിന് വിധേയമാകുന്ന ആൻറ്റിജൻസ് കൂടുതൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഫോർ മോസ്റ്റ് ആൻറ്റിജൻസ്, ഇവിടെ ആൻറ്റിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടി ഡിപ്പെൻഡൻറ്റ് ആൻറ്റിജൻസ് ആണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് റിക്വയർസ് that the antigen undergo phagocytosis processing and presenting to helper T cells by an antigen presenting cell, that is APC. Antigen presenting cellinal എന്ത് സംഭവിക്കുന്നു? ആൻറ്റിജന് എന്ത് സംഭവിക്കുന്നു? ഫാഗോസിറ്റോസിസിന് അത് വിധേയമാകുന്നു, പ്രോസസ്സിങ്ങിന് വിധേയമാകുന്നു, ലാസ്റ്റ് അത് ഹെൽപ്പർ T സെല്ലിലേക്ക് അതിനെ പ്രസൻറ്റും ചെയ്യിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ആൻറ്റിജൻസ് കൂടുതൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നവയാണ്. അടുത്തത് ഡോസ് ഓഫ് ഇമ്മ്യൂണോജൻ. ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ദ ഇമ്മ്യൂണോജൻ റിക്വയർഡ് ടു ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ആനിമൽ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ആനിമൽ ആൻഡ് ദ ഇമ്മ്യൂണോജൻ. അപ്പോൾ നമ്മൾ ഏത് ഇമ്മ്യൂണോജനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഏത് ആനിമലിലേക്കാണ് അതിനെ ഇൻജെക്റ്റ് ചെയ്യുന്നത്, അതിന് എത്രമാത്രം ക്വാണ്ടിറ്റി ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. If tiny amount of immunogen is used, very poor immune response may be induced. On the other hand, if too large amount of immunogen is used, the animal may fail to develop any immune response at all. A condition called tolerance or specific unresponsiveness. This phenomenon is also referred to as high dose tolerance. ചെറിയ അളവിൽ ഇമ്മ്യൂണോജനെ ഇൻജെക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കില്ല, എന്നാൽ വളരെ കൂടിയ അളവിൽ നമ്മൾ ഇമ്മ്യൂണോജൻ അപ്ലൈ ചെയ്താലും ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ഹൈ ഡോസ് ടോളറൻസ് എന്ന് പറയുന്നത്. ഹൈ ഡോസ് ടോളറൻസ്. അടുത്തത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. Generally, the subcutaneous route is better than the intravenous or intragastric routes. The rate of antigen administration can also alter the nature of response. Antigen administered intravenously is carried first to the spleen, whereas antigen administered subcutaneously move first to the local lymph nodes. Route of administration through different methods: orally, subcutaneously, intramuscular route, intravenous route, intradermal route. Orally through mouth, subcutaneously through beneath the skin, intramuscular route into a muscle, intravenous route into a vein, intradermal route into skin. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇമ്മ്യൂണോജൻ ആയിരുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇമ്മ്യൂണോജൻ്റെ സ്ട്രക്ചർ, ഫങ്ഷന്, പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എപ്പിടോപ്പ്, ഹാപ്റ്റൻസ്, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഇമ്മ്യൂണോജൻ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അടുത്തത് എപ്പിറ്റോപ്പ്. എപ്പിറ്റോപ്പ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ്റെ ഒരു പാർട്ടാണ്. ആ ഒരു പാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ആൻറ്റിബോഡീസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എപ്പിറ്റോപ്പിനുള്ള മറ്റൊരു പേരാണ് ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ്. അടുത്തത് ഹാപ്റ്റൻ. ഹാപ്റ്റൻ മീൻസ് ലോ മോളിക്കുലാർ വെയ്റ്റ് മോളിക്യൂളാണ്. അവയ്ക്ക് സ്വന്തമായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ എപ്പോഴാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹാപ്റ്റൻസ് കാരിയർ മോളിക്യൂളുമായിട്ട്, കാരിയർ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻറ്റിജൻ നോക്കാം. ഫോറിൻനെസ്, മോളിക്കുലാർ സൈസ്, കെമിക്കൽ നേച്ചർ ആൻഡ് കോമ്പോസിഷൻസ്, ദെൻ ഫിസിക്കൽ ഫോം, ആൻറ്റിജൻ സ്പെസിഫിസിറ്റി, സ്പീഷീസ് സ്പെസിഫിസിറ്റി, ഓർഗൻ സ്പെസിഫിസിറ്റി, ജനറ്റിക് ഫാക്ടേഴ്സ്, ഡിഗ്രേഡബിലിറ്റി, ഡോസ് ഓഫ് ദ ആൻറ്റിജൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും പ്രോപ്പർട്ടീസാണ് ഒരു ആൻറ്റിജന് ഉള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. താങ്ക് യു.